ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുന്നവരും ഡയറ്റ് ചെയ്യുന്നവരൊക്കെ ഏതൊക്കെ ആഹാരമാണ് കഴിച്ചിരിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ എല്ലാവരും ഡയറ്റ് ചെയ്ത് വണ്ണമൊക്കെ കുറയ്ക്കാൻ നോക്കുന്നവരാണ്. ആരോഗ്യപരമായ ഫുഡ് കഴിച്ചിട്ട് തന്നെ നമ്മൾ വണ്ണം കുറയ്ക്കണം. ഫുഡ് കഴിക്കാതിരുന്നിട്ട് വണ്ണം കുറച്ചാൽ നല്ലതിനേക്കാളും കൂടുതൽ ദോഷമായിരിക്കും ചെയ്യുക. വെയിറ്റ് കുറയ്ക്കുന്നവർ കഴിച്ചിരിക്കേണ്ട 10 ആഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ഫുഡും അങ്ങനെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഗ്യാരണ്ടി ഒന്നും തരില്ല. നമ്മൾ കഴിക്കുന്നത് രീതി വെച്ചിട്ടാണ് വണ്ണം കുറയുന്നത്. ചില ഫുഡിൽ നിറയെ ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീനും ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ചാൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ആദ്യത്തേത് ചിയാ സീഡാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ചിയാ സീഡ് വാങ്ങാൻ കിട്ടും. ചിയാ സീഡിൽ നിറയെ ഫൈബർ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ ഡൈജഷൻ സ്ലോ ആക്കുന്നത് കൊണ്ട് നമുക്ക് അധികം വിശപ്പ് തോന്നില്ല. 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ് കഴിച്ചാൽ നമുക്ക് ഒരു ദിവസം ആവശ്യമുള്ള ഫൈബർ കണ്ടൻറ്റിൻ്റെ 1/4 ഭാഗം കിട്ടും. ചിയാ സീഡ് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പാടൊന്നുമില്ല. നമുക്ക് ജ്യൂസിനകത്ത് ചേർത്തോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൽ സ്മൂത്തിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിൽ ചേർത്തോ അല്ലെങ്കിൽ ജാമായിട്ടോ എനർജി ബോൾസ് ആയിട്ടോ ഒക്കെ കഴിക്കാം. രണ്ടാമത്തേത് ഫാറ്റി ഫിഷാണ്. ഫാറ്റി ഫിഷ് എന്ന് പറയുമ്പോൾ നെത്തോലി, ചാള, സാൽമൺ ഇതൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഒരാഴ്ച നമ്മൾ 8 ഔൺസെങ്കിലും സീ ഫുഡ് കഴിക്കണമെന്നാണ് പറയാറ്. മീനിൽ നിറയെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സും ന്യൂട്രിയൻസും ഉണ്ട്. കൂടാതെ പ്രോട്ടീൻസും കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് അധികം വിശപ്പ് തോന്നില്ല. മൂന്നാമത്തേത് പച്ചക്കറികളാണ്. ബ്രൊക്കോളി, കോളിഫ്ലവർ, പയർ, ചീരകൾ ഇതെല്ലാം നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. പച്ചക്കറികളിൽ കലോറി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ കഴിക്കുന്നതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. നാലാമത്തേത് ധാന്യങ്ങളാണ്. കുറേ ആളുകളെങ്കിലും ഡയറ്റ് ചെയ്യുമ്പോൾ അരി ഭക്ഷണവും അല്ലെങ്കിൽ ഗോതമ്പ്, പാസ്ത, ബ്രെഡൊക്കെ ഒഴിവാക്കാറുണ്ട്. വൈറ്റമിൻസിൻ്റെ മിനറൽസും ന്യൂട്രിയൻസും പോലെ തന്നെ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സും ആവശ്യമുണ്ട്. ഇപ്പോൾ ബ്രെയിനിനൊക്കെ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് ധാന്യങ്ങളും നമ്മൾ ഡയറ്റിലാണെങ്കിലും കഴിച്ചിരിക്കണം. പിന്നെ കാർബോഹൈഡ്രേറ്റ് കഴിക്കാതെ ഡയറ്റ് എടുക്കുന്നവർക്ക് ഷുഗർ കാർവിങ്സ് ഒക്കെ കൂടുതലുണ്ടാവും. ഷുഗർ കൂടുതൽ കഴിക്കാനും അല്ലെങ്കിൽ മധുരത്തിനോടൊക്കെ പ്രിയം കൂടുതലായിരിക്കും. അഞ്ചാമത്തത് ആപ്പിളാണ്. പച്ചക്കറികൾ പോലെ തന്നെ നമ്മൾ പഴവർഗ്ഗങ്ങളും ഡയറ്റ് എടുക്കുമ്പോൾ കഴിക്കണം. പഴത്തിൽ നിറയെ വാട്ടർ കണ്ടൻറ്റും ഫൈബറും ആണ്. ഇപ്പോൾ ആപ്പിളൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നിറഞ്ഞ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. പിന്നെ കലോറി കുറവായതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കും. തൈരും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. തൈരിൽ നിറയെ നല്ല ബാക്ടീരിയകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഏഴാമത്തത് നട്ട്സാണ്. നട്ട്സ് കഴിക്കുമ്പോൾ വണ്ണം കൂടുമെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നമ്മൾ എത്ര അളവിലാണോ നട്ട്സ് കഴിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വെയിറ്റ് കൂടുന്നത്. 1/4 കപ്പ് നട്ട്സൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് 160 മുതൽ 200 വരെ കലോറിയാണ് ലഭിക്കുന്നത്. നട്ട്സിൽ നിറയെ പ്രോട്ടീനും ഫാറ്റും ഫൈബറും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിന് അത് സഹായിക്കും. എട്ടാമത്തത് മുട്ടയാണ്. മുട്ടയെക്കാളും നല്ല പ്രോട്ടീൻ സോഴ്സ് വേറെയില്ല. അപ്പോൾ മുട്ട രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് വെയിറ്റ് കുറയാനായിട്ട് നല്ലതാണ്. മുട്ട കഴിക്കുമ്പോൾ പുഴുങ്ങി തന്നെ കഴിക്കാൻ നോക്കുക. 9ാമത്തത് അവക്കാഡോ ആണ്. അവക്കാഡോയിൽ ഇല്ലാത്ത വൈറ്റമിൻസ് ഇല്ലയെന്ന് തന്നെ പറയാം. അവക്കാഡോ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അവക്കാഡോ സാലഡായിട്ട് കഴിക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മുടെ മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ മധുരം ചേർത്തൊന്നും കഴിക്കാതെ സാലഡായിട്ട് കഴിക്കാൻ നോക്കുക. അവക്കാഡോ കഴിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും. കൂടാതെ തന്നെ വയറിൽ അടിഞ്ഞു കൂടിയ ഫാറ്റ് കുറയ്ക്കാനും സഹായിക്കും. 10ാമത്തത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഡാർക്ക് ചോക്ലേറ്റ് കയ്പുള്ള ചോക്ലേറ്റ് ആണ് കേട്ടോ, സാധാരണ ചോക്ലേറ്റ് അല്ല. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കും. 9 ഔൺസ് ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് കഴിക്കാം കേട്ടോ. നിറയെ ആൻറ്റി ഓക്സിഡൻസും ഡാർക്ക് ചോക്ലേറ്റിലുണ്ട്. വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. പ്രോട്ടീനും ഫൈബറും ന്യൂട്രിയൻസും ഒക്കെ ഉള്ള ഫുഡ് ആവശ്യത്തിന് കഴിച്ചാൽ തന്നെ നമ്മുടെ വെയിറ്റ് തനിയെ കുറയും. അപ്പോൾ ഈ കാണിച്ച 10 ആഹാരങ്ങളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.